ഹലോ ഗേസ്, വെൽക്കം ടു ദ ഗാഗുഷ് വേൾഡ്. CBSE സിലബസിലെ സോഷ്യൽ സയൻസ് 9th ക്ലാസ് സോഷ്യൽ സയൻസ്. ഹലോ ഗേസ്, വെൽക്കം ടു ദ ഗാഗുഷ് വേൾഡ്. CBSE ബേസ്ഡ് ഇൻ 9th സ്റ്റാൻഡേർഡിലെ ഹലോ ഗേസ്, വെൽക്കം ടു ദ ഗാഗുഷ് വേൾഡ്. NCERT ബേസ്ഡ് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ മലയാളം വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നൽകാൻ പോകുന്നത്. നമുക്കറിയാം, ഈ വരുന്ന ആനുവൽ എക്സാമിന് നല്ല രീതിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ മക്കൾ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് പോകാം. നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ 1945 1949 എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് സീസണിലായിരുന്നു. ഒരു ജർമ്മൻ ബോയ് ഉണ്ട്, 11 years ഓൾഡ് ആയിട്ടുള്ള ജർമ്മൻ ബോയ്. ആ ഒരു ബോയിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹെൽമുത്ത് എന്നാണ്. ആ ഹെൽമുത്ത് ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുമ്പോൾ അദ്ദേഹം ആ ഒരു കുട്ടി അവരുടെ പാരൻസിൻ്റെ ഡിസ്കഷൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പാരൻസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹെൽമുത്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെയാണല്ലേ, നമ്മുടെ പാരൻസ് ഒക്കെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അറിയും. അപ്പം ഹെൽമുത്തും ഇങ്ങനെ മനസ്സിലാകും അവരുടെ പാരൻസ് എന്തോ സീരിയസ് ആയിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹെൽമുത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനാണ്. നോട്ട് ചെയ്യട്ടെ മക്കളെ. അതേപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനോട്, അഥവാ ഹെൽമുത്തിൻ്റെ മദറിനോട് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാവരെയും നമ്മൾ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായിട്ട് ഞാൻ സൂസൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം എന്തോ ഒരു വലിയ ഇഷ്യൂ നമ്മുടെ ഹെൽമുത്തിൻ്റെ ഫാദറിനെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ അലൈവ് പവേഴ്സ് നമ്മൾ ചെയ്തതുപോലെ നമ്മൾ ജൂതന്മാരോടും അതേപോലെ ക്രിപ്പിൾസ്, നമ്മുടെ വികലാംഗരൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ അലൈഡ് പവേഴ്സും നമ്മളെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് കൂട്ടത്തോടെ മരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സൂസൈഡ് ചെയ്യാമെന്നൊക്കെയാണ് ഹെൽമുത്തിൻ്റെ ഫാദർ ഹെൽമുത്തിൻ്റെ മദറിനോട് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം നല്ല രീതിയിൽ ആനന്ദിക്കുന്നുണ്ട്. അതേപോലെ നല്ല സോങ്ങൊക്കെ പാടി, കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി നല്ല ആഹ്ലാദിക്കുന്നുണ്ട്. ആൻഡ് ഹെൽമുത്തിൻ അച്ഛൻ സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എന്തോ ഒന്ന് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ ഹെൽമുത്തിൻ്റെ ഫാദറിൻ്റെ നമ്മൾ ബ്ലഡി ആയിട്ടുള്ള യൂണിഫോമുകളും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫയർ പ്ലേസിൽ കത്തിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു കാരണം കൊണ്ട് ഇതൊക്കെ ഈ ഹെൽമുത്ത് ഇത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, ഒരു സീരിയസ് എന്തോ ഒരു ഇഷ്യൂ എന്നുള്ളത്. അങ്ങനെ ഈ ഹെൽമുത്ത് 9 years ആയിട്ടും ഫുഡൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹെൽമുത്തിൻ്റെ മദർ എങ്ങാനും നമ്മൾ പോയിസണായിട്ടുള്ള ഫുഡ് എങ്ങാനും തന്നാലോ എന്ന് കരുതിയിട്ട് ഹെൽമുത്ത് 9 years ആയിട്ടൊന്നും വീട്ടിൽ നിന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ ഹെൽമുത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഹിറ്റ്ലറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാദർ നാസി സിസ്റ്റത്തെയും, അതേപോലെ നാസി എന്ന് പറയുന്നൊരു പാർട്ടിയാണ് കേട്ടോ ജർമ്മനിയിലെ. അപ്പോൾ ഈ നാസി പാർട്ടിയും അഡോൾഫ് ഹിറ്റ്ലറിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അങ്ങനെ ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെയും മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂറോപ്പ് മുഴുവനായിട്ടും പിടിച്ചെടുക്കുക എന്നതായിരുന്നു. അപ്പം അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരുപാട് ജൂതന്മാരെ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ കൊല്ലുന്നുണ്ട്, ഒരുപാട് നടപടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ ഹിറ്റ്ലർ പരാജയപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ അലൈഡ് പവേഴ്സ്, അതിന് മുന്നേ ഹിറ്റ്ലർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അലൈഡ് പവേഴ്സ് തിരിച്ച് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് ഈ ഹെൽമുത്തിൻ്റെ ഫാദറിനെ നന്നായിട്ട് വേട്ടയാടിയിരിക്കുന്നത്. ഈ 1949 ജർമ്മനി അലൈഡ് പവേഴ്സിനുമായിട്ട് കീഴടങ്ങുന്നുണ്ട്. ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ബെർലിൻ ബങ്കറിൽ വെച്ചിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്വയം സൂസൈഡ് ചെയ്ത് മരിക്കുകയാണ്. അങ്ങനെ ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ അറ്റ് ന്യൂറംബർഗ് വാസ് സെറ്റ് അപ്പ് ദ പ്രോസിക്യൂട്ട് നാസി വാസ് എ ക്രിമിനൽ ഫോർ ക്രൈംസ് എഗൻസ്റ്റ് പീസ്, ഫോർ വാർ ക്രൈം ആൻഡ് ക്രൈം എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ന്യൂറംബർഗിൽ വെച്ചിട്ട് ഒരു മിലിറ്ററി ട്രിബ്യൂണൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ക്രൈമുകളും നടത്തിയിട്ടുള്ള ഒരു പാർട്ടി, നമ്മുടെ സമാധാനം തന്നെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് നാസി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരുപാട് ക്രൂരതകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നാസി പാർട്ടിയെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ അലൈഡ് പവേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ UK, ഫ്രാൻസ്, USSR ഇവരൊക്കെയാണ് നമ്മുടെ
അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ നമ്മുടെ USA ഇതിൽ ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. ദെൻ ആക്സിസ് പവർ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, അതുപോലെ ഓസ്ട്രിയ, ഹംഗറി ഒക്കെ വരുന്നുണ്ട്. അപ്പം അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും എന്ന് പറയുന്നത് 2 പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. ഓപ്പോസിറ്റ് ആയിരുന്നു നോക്കുക. ഇവർ തമ്മിലാണ് എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഇവർ റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.